ഹലോ വ്യൂവേഴ്സ്, ബ്ലെൻഡർ ടോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി, നമ്മുടെ റീമ കല്ലിങ്കൽ പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ സിനിമയാണ് തിയേറ്റർ എന്നുള്ളത്. ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്നുള്ള സിനിമ. ഇതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്യുന്നത് സജിൻ ബാബുവാണ്. അതുപോലെ ഇതിൻ്റെ കഥ എഴുതുന്നതും സജിൻ ബാബു തന്നെയാണ്. ഇതിൽ മെയിനായിട്ട് അഭിനയിക്കുന്നവർ മേഘ്ന രാജൻ, അതുപോലെ മീനാക്ഷി, രവീന്ദ്രൻ, പ്രമോദ് വെളിയനാട്, അതുപോലെ തന്നെ റീമ കല്ലിങ്കൽ എന്നിവരൊക്കെയാണ്. ഇത് ഒക്ടോബർ 16 ഈ സിനിമ റിലീസാകുന്നത്. അപ്പം റീമ കല്ലിങ്കലിൻ്റെ ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു വേഷമാണ് കേട്ടോ ഈ സിനിമയിലുള്ളത്. സംഭവത്തിൻ്റെ ഈ സിനിമയുടെ ഈ തിയേറ്റർ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസായിട്ടുണ്ട്. സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല, കാരണം ഇത് വലിയ എക്സ്പെക്റ്റേഷനോ അല്ലെങ്കിൽ വലിയ ഒരു എന്താ പറയുന്നത് മാർക്കറ്റിംഗ് പ്രൊപ്പഗാണ്ടയോ അല്ലെങ്കിൽ വലിയൊരു ഈ പറയുന്ന പോലെ എന്താ പറയുന്ന ഒരു ബൂസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്ന ഒരു പടമോ അങ്ങനെ ഒന്നുമല്ല. ഒരു നോർമൽ മൂവിയാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ജേണർ എന്താണെന്ന് പോലും ഒരു ഐഡിയ ഇല്ല, കാരണം ആദ്യമായിട്ട് ഇത് വരുമ്പോൾ ആണ് ഇതിൻ്റെ ഒരു പേര് കേൾക്കുന്നത് തന്നെ ഈ ട്രെയിലർ ലോഞ്ച് ആയ ശേഷം. എന്തായാലും നമുക്ക് ഇതിൻ്റെ ട്രെയിലർ കാണാം, എങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ കിട്ടുള്ളൂ. നമുക്ക് ഏതായാലും ട്രെയിലറിലേക്ക് പോവാം. അഞ്ജന ഫിലിം, അഞ്ജന ടാക്കീസ്. ഹൊറർ മൂവിയാണ്. അമ്പോ, കുട്ടിക്കാലത്ത് അവർക്ക് സംഭവം എല്ലാവർക്കും അറിയാലോ. ബിരിയാണിയുടെ ടീമാണ് കേട്ടോ. അവക്ക് എന്തോ ദോഷം പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി അവന്റെ ജീവൻ വെച്ച് കളിക്കരുത്. സോഷ്യൽ മീഡിയയുടെ സ്ട്രെങ്ത് തന്നെ അറിയാത്തുന്നുണ്ട്. നമുക്ക് തുരുത്തിലോട്ട് പോകണം. അവിടെ പോയി പച്ചിലകൾ കണ്ടുപിടിച്ച് അരച്ചു തേച്ചാലേ ഇത് മാറൂ. നാഗങ്ങൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്ന ദൈവങ്ങളാണ്, അവരോട് കളിക്കരുത്. ഓ, റീമ കല്ലിങ്കൽ. സജിൻ ബാബു. തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി. കൊള്ളാം കേട്ടോ സംഭവം. ട്രെയിലർ നല്ല സംഭവം. കണ്ടിട്ടൊരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് മിത്തൊക്കെ അടങ്ങിയ കാവുകളും അതുപോലെ അതിന് അനുബന്ധപ്പെട്ട കഥകളൊക്കെ ആണെന്ന് തോന്നുന്നു. ഒരു മിസ്റ്ററി ത്രില്ലറാകാനാണ് സാധ്യത. കുറച്ച് ഹൊറർ ടച്ചൊക്കെ കൊടുത്തിട്ട് കൊള്ളാം. വളരെ ബോൾഡായിട്ടുള്ളൊരു വേഷമാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ റീമ കല്ലിങ്കൽ തെങ്ങിൽ കയറുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് എന്താ പറയണ്ടേ, കുറച്ച് ശക്തമായിട്ടുള്ളൊരു വേഷമാണെന്ന് തോന്നുന്നു. ബിരിയാണി ടീമിൻ്റെയാണ് പടം തോന്നുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിലപ്പോൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും സിനിമയിൽ. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് കൊള്ളാം. നല്ല അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് സാധനമാണ് കേട്ടോ. ഈ മിത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ മിക്ക പടത്തിലും ഈ മിത്തുകളൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. ഇപ്പോൾ ലോക വരുന്നു, അതുപോലെ തന്നെ നമ്മുടെ കാന്താര മിത്ത് കൊണ്ടുള്ള ഒരു കളിയാണ് കേട്ടോ. ഇപ്പോൾ മലയാള സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ മിത്തെടുത്ത് അത് നല്ലൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഈ മിത്തിനൊന്നും വിശ്വാസങ്ങൾക്കൊന്നും ഒരുപാട് ഒരു പഞ്ഞമില്ല. ഇഷ്ടം പോലെ സിനിമയാക്കാൻ വരുന്ന ഒരുപാട് സ്റ്റോറികളുണ്ട്. ഇപ്പോൾ ആരും അങ്ങനെ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ക്യാരക്ടറുകളുണ്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുന്ന, കഥയാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മിത്തായിരിക്കും ഇത്. നാഗങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, കാവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ റീമ കല്ലിങ്കൽ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് ഒരുപാട് കാലമായെന്ന് തോന്നുന്നു. പിന്നെ ആഷിക് കപൂറിൻ്റെ ഒരു ലാസ്റ്റുള്ള നീലവെളിച്ചമാണെന്ന് തോന്നുന്നു. നീലവെളിച്ചമാണ് പടം വൻ പരാജയമാണ്.
എങ്കിലും അങ്ങനെയുള്ള പടങ്ങളിലുള്ള ഹസ്ബൻഡ് ഡയറക്റ്റ് ചെയ്ത പടത്തിലൂടെ ഒന്ന് അഭിനയിച്ച് തല കാണിച്ചു പോയതേ ഉള്ളൂ. പിന്നെ അല്ലാണ്ട് സിനിമ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവർ ഡാൻസ് സ്കൂളൊക്കെ വെച്ച് നടത്തി മുന്നോട്ട് പോവുകയാണ്. അത്യാവശ്യം ഫെമിനിസം പരിപാടിയൊക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും എന്തൊരു ആട്ടെ സംഭവം, ഈ സിനിമയുടെ ഈ പറയുന്ന സിനിമയുടെ ട്രെയിലർ കൊള്ളാം. പിന്നെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ക്ലിയർ എന്നുള്ള നമുക്കൊരു പിക്ചർ കിട്ടുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. ട്രെയിലർ കണ്ടിട്ട് ഒരു ക്വാളിറ്റി ഒക്കെ തോന്നുന്നുണ്ട്. സിനിമ ഇറങ്ങുമ്പോൾ ആ ക്വാളിറ്റി ഉണ്ടായാൽ നല്ലതാണ്. ഒരു മിത്താണ് മൊത്തം. മിത്താണല്ലോ എവിടെയും സംസാര വിഷയം. ഇനി ഈ സിനിമ ഇറങ്ങുമ്പോഴും ഇപ്പോൾ കാന്താര ഇറങ്ങിയപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഹിന്ദുത്വ സമീപനം, ഹിന്ദുത്വം ഒളിച്ച് ഹിന്ദുത്വവാദം ഒളിച്ച് കടത്താൻ പിന്നെ ശ്രമിക്കുന്നതൊക്കെ. ഇപ്പോൾ നമുക്കുള്ള കഥയല്ലേ പറയാൻ പറ്റുള്ളൂ. അതിനിപ്പോൾ മതം അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന പൊട്ടന്മാരുള്ള പൊട്ട ചിന്താഗതികളുള്ള നാട്ടിലാണ്. കുറച്ച് ഫ്രീഡം ഓഫ് എക്സ്പ്രസ് എന്ന് പറയില്ല, എക്സ്പ്രഷൻ ഫ്രീഡം നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിപ്പോയി. അതുകൊണ്ട് വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയാന്നുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്കിപ്പോൾ വിശ്വാസങ്ങളെ കോട്ട് ചെയ്തൊരു പടം എടുത്താൽ അത് വിശ്വാസം അടിച്ചേൽപ്പിക്കുന്ന പരിപാടി എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം എങ്ങനെയുണ്ട് സംഭവം, എന്താണ് സംഭവം എന്നൊക്കെ. അപ്പം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടെ ഒരു സിനിമ ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണുള്ളത്. അതിപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും, പൊളിറ്റിക്സ് ആണെങ്കിലും ആചാരങ്ങളുടെ പേരിലാണെങ്കിലും ഒക്കെ. എന്തായാലും സിനിമ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ടീസറിൽ കണ്ടിട്ട് എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി ഒക്ടോബർ 16 സിനിമ വരുന്നത്. ഒക്ടോബർ 16 നമുക്ക് ഏകദേശം എങ്ങനെയുണ്ട് സിനിമ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം കിട്ടും.